ഇൻഫോസ്ഫെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പാചകവാതക ക്ഷാമത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലും പൊതുജനങ്ങൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടറുകൾ വിപണിയിൽ ആവശ്യത്തിന് എത്തിത്തുടങ്ങിയിരിക്കുകയാണിപ്പോൾ. പ്രതിസന്ധിയിലായിരുന്ന ഹോട്ടലുകളും ചെറുകിട ഭക്ഷണശാലകളും വീണ്ടും തുറന്നു പ്രവർത്തിക്കുകയും വീടുകളിലേക്കുള്ള ഗ്യാസ് വിതരണത്തിന് യാതൊരു തടസ്സമില്ലെന്നും ആരും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും ഉറപ്പു നൽകുകയാണ് അധികൃതർ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കടന്നുപോയ രൂക്ഷമായ സാഹചര്യത്തിൽ നിന്ന് കരകയറാൻ കുറച്ച് സമയം ആവശ്യമാണെന്നും പരിഭ്രാന്തരായി മുൻകൂറായി ബുക്കിംഗ് ചെയ്ത് ട്രാഫിക് വരുത്തുന്നത് കൊണ്ടുള്ള സാങ്കേതിക ബുദ്ധിമുട്ടാണിപ്പോൾ നിലവിലുള്ളതെന്നും അധികൃതർ പറഞ്ഞു. രാജ്യത്ത് ഗാർഹികാവശ്യത്തിനുള്ള പാചകവാതകം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവും എണ്ണ കമ്പനികളും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ മാർച്ച് 5 മുതൽ LPG ഉൽപ്പാദനം 30% വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ജനങ്ങൾ പരിഭ്രാന്തരായി കൂട്ടത്തോടെ ഗ്യാസ് ബുക്കിംഗ് നടത്തരുതെന്ന് എണ്ണ കമ്പനികൾ നിർദ്ദേശം നൽകുന്നുണ്ട്. ഇത്തരം അനാവശ്യ ബുക്കിങ്ങുകൾ യഥാർത്ഥത്തിൽ ഗ്യാസ് ആവശ്യമുള്ളവർക്ക് ലഭിക്കാനുള്ള സമയം വൈകിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഡിമാൻഡ് നിയന്ത്രിക്കുന്നതിനായി ഗ്യാസ് ബുക്കിങ്ങുകൾക്കിടയിലുള്ള സമയപരിധി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. നിലവിലെ സാഹചര്യങ്ങളൊക്കെ ശരിയായി പഴയപടിയാവുന്നതുവരെ ഗ്രാമങ്ങളിൽ 45 ദിവസങ്ങൾക്ക് ശേഷവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസത്തിന് ശേഷവും മാത്രമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ ആവുകയുള്ളൂ. ഇതിന് പുറമെ പൈപ്പ് ലൈൻ വഴി പാചകവാതകം ലഭിക്കുന്ന വീടുകൾക്ക് സബ്സിഡിയുള്ള LPG സിലിണ്ടറുകൾ നൽകുന്നത് വെച്ചുകൊണ്ട് സർക്കാർ പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ രാജ്യവ്യാപകമായി കർശന പരിശോധനകളും നടത്തുന്നുണ്ട്. ലോകത്തെ പ്രധാന ഊർജ്ജപാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് കാരണം. ഇന്ത്യയുടെ LPG ആവശ്യകതയുടെ 60% ഇറക്കുമതി ചെയ്യുകയാണ്. അതിൽ ഭൂരിഭാഗവും വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നുമാണ്. ഇറക്കുമതി വൈകിയത് വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ എന്നീ വലിയ നഗരങ്ങളിലെ ഹോട്ടലുകളുടെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ പ്രതിസന്ധിക്ക് വലിയ തോതിൽ അയവ് വന്നിരിക്കുകയാണിപ്പോൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ LPGയുമായി വന്ന ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ പോവാൻ ഇറാൻ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. ബാക്കി 24 കപ്പലുകൾക്കും ഘട്ടം ഘട്ടമായി അനുമതി നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതോടെ LPG വിതരണം രാജ്യത്ത് സാധാരണഗതിയിലാവും. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം 29 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പുനരാരംഭിച്ചിട്ടുമുണ്ട്. ഹോട്ടലുകളുടെ പ്രവർത്തനം പഴയതുപോലെ വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ നമ്മുടെ ഇന്ധന വിതരണത്തിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ രാജ്യത്തിന്റെ 70% ഇറക്കുമതിയും ഹോർമുസ് ഇതര പാതകളിലൂടെ, അതായത് 40 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ വൈവിധ്യവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര ഉൽപാദനം കൂട്ടിയും നയതന്ത്ര ഇടപെടൽ നടത്തിയും എണ്ണയുടെ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിച്ചും ഗ്യാസ് വിതരണം സാധാരണഗതിയിലാക്കാൻ സർക്കാരിന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും നിലവിലെ സാഹചര്യം മറികടക്കുന്നവരെ എല്ലാവരും തന്നെ LPGയുടെ കാര്യത്തിൽ ജാഗരൂകരായിരിക്കണമെന്നും അനാവശ്യമായി പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം രാജ്യത്തെ എല്ലാ ഗാർഹിക പാചകവാതക ഉപഭോക്താക്കൾക്കും ബയോമെട്രിക് ആധാർ അധിഷ്ഠിത eKYC നിർബന്ധമാക്കി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് രാജ്യത്തെ പാചകവാതക വിതരണത്തിൽ കടുത്ത ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. ഉപഭോക്താക്കൾക്ക് അതാത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ മൊബൈൽ ആപ്പും ആധാർ ഫേസ് RD ആപ്പും ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ ബയോമെട്രിക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. ഇത് 2026 മാർച്ച് 31 ഇടയ്ക്ക് നിർബന്ധമായും ചെയ്തു തീർക്കണം. സംശയങ്ങൾക്കായി LPG വിതരണക്കാരെ ബന്ധപ്പെടാനോ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറായ 1800 2333 555 എന്ന നമ്പറിൽ മന്ത്രാലയവുമായി ബന്ധപ്പെടാനോ നിർദ്ദേശിച്ചു. ഇനി ഗ്യാസ് ബുക്കിങ്ങിനായി ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ എളുപ്പത്തിൽ വാട്സാപ്പ് വഴി തന്നെ ബുക്കിംഗ് ചെയ്യുന്ന രീതിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട്. അത് കയറി കാണുമല്ലോ.